ശരി, ഷഹനാസിന്റെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഷഹനാസ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക്. സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ മുൻ അധ്യക്ഷ, എഴുത്തുകാരി, ഒപ്പം പ്രസാധക എം.എ. ഷഹനാസാണ് നമ്മോടൊപ്പം ഉള്ളത്. താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലൊരു കുറിപ്പ് ഈ സമയത്ത് ഇടാനുള്ള ഒരു സാഹചര്യം? രണ്ട് മൂന്ന് വിഷയങ്ങളാണ് അതിൽ ഞാൻ പ്രതികരിക്കാൻ എനിക്ക് തീരുമാനമുണ്ടായത്. ഒന്ന്, പരാതി പറഞ്ഞു വരുന്ന ഇരകളായിട്ടുള്ള സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത, മുന്നോട്ട് പരാതിയുമായിട്ട് വരാനുള്ള സ്ത്രീകളുടെ ഒരു ആത്മധൈര്യത്തെ കെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ പരാതി നൽകിയിട്ടുള്ളത്. ബലാത്സംഗം ചെയ്തുവെന്നും എനിക്ക് നിന്നിലൊരു കുഞ്ഞുണ്ടാവണമെന്നും നിരന്തരം എല്ലാ സ്ത്രീകളോടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിന് ഇരയാക്കുന്ന ഒരു രീതി, അത് 23 വയസ്സെന്നൊക്കെ പറയുമ്പം ചെറിയ പ്രായമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള സ്ത്രീകൾക്ക് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും, എത്രത്തോളം പെൺകുട്ടികൾ ഇതിനെ മിണ്ടാതിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രീ ഷാഫി പറമ്പിൽ MP സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് എന്താ പറയുക, ഒരു രീതിയിൽ ഒരു മറുപടി നൽകാതെ ഒരു പുച്ഛം കൊടുക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി എനിക്കുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് എന്നല്ല, എൻ്റെ അനുഭവം, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള മറ്റ് സ്ത്രീകളുടെ അനുഭവം ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ വെക്കരുത്. കാരണം അതിന് യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ യൂത്ത് കോൺഗ്രസിലുണ്ട്, JS-ലുണ്ട്. എന്നാണ് രാഹുലിനെ താങ്കൾക്ക് ആദ്യമായി മനസ്സിലാക്കി തുടങ്ങിയത്, അല്ലെങ്കിൽ പരിചയപ്പെട്ടു തുടങ്ങിയത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അറിയുന്നത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നു. ശ്രീ ഷാഫി പറമ്പിൽ MP, ഇപ്പോഴത്തെ MP, അന്ന് MLA ആയിരുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എങ്ങാണ്ടാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്നും നിരന്തരം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്നും ഞാൻ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഞാൻ നിരന്തരം മെസ്സേജ് അയച്ചിട്ട് ഷഹനാസ് ഇതുവരെ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം തന്നെ എന്നോട് അന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ ഒരു വ്യക്തി എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു സെക്രട്ടറി ആണ് എന്നറിയുന്നത്. അപ്പം ഞാൻ ആണോ എന്ന് പറഞ്ഞ് ഞാൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. എനിക്ക് പേഴ്സണലി അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഷാഫി പറമ്പലിനൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലേക്ക് ഒരു മനസ്സിലാക്കൽ എങ്ങനെ വന്നു? എന്തൊക്കെ സാഹചര്യങ്ങളാണ് അത്തരം ഒരു മുന്നറിയിപ്പ് നൽകാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു വിവാഹിതയാണ് എന്നും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എന്നും അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഡോക്ടർ റിജി റഷീദുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനും അവളും, കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോൾ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ കർഷക സമരത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർഷക സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷമുള്ള ഇപ്പോഴത്തെ കർഷകരുടെ ഒരു പ്രതിഷേധം, അത് അനുഭവിച്ചറിയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൽ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് പോവണ്ടേ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, നമുക്ക് രണ്ടാൾക്കും പോവണ്ടേ എന്ന് ചോദിച്ചു. അതിന് ഉത്തരം ഞാൻ അന്ന് തന്നെ നൽകുകയും ആ സംസാരം അവിടെ നിർത്തുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട്. അതിനപ്പുറം യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരായ പലരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് സമാന അനുഭവങ്ങൾ. മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. KSUവിലടക്കമുള്ള പെൺകുട്ടികളോട് അവൻ പെരുമാറുന്നത് ആ പെൺകുട്ടികൾ പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ചെറിയ ചെറിയ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഒന്നും അറിയാത്ത അവിവാഹിതനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന അന്നത്തെ ആ വ്യക്തി. അധികാരവും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ നന്നായി ഉപയോഗിച്ചു എന്ന് നമുക്കിപ്പോൾ അറിയാം. ഇത് പരാതി പറയാൻ അത്രയും ആത്മധൈര്യമുള്ള പെൺകുട്ടികളെ പരാതിയുമായിട്ട് വരൂ. കാരണം സോഷ്യൽ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെട്ടുക്കിളികൾ ആക്രമിച്ചങ്ങ് ഇല്ലാതെയാക്കി കളയാണ്. അപ്പോൾ പരാതി പറയാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കോൺഗ്രസിൽ മാത്രമല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സ്ത്രീകൾക്ക് പോലും മെസ്സേജ്
അയച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അപ്പം അതിന് ഞാൻ പറയേണ്ടതുണ്ട് എന്ന് അനിവാര്യമായ സമയത്തായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഈ ഷാഫിക്ക് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ യുവജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കളങ്കം പെടുത്തിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ച ശ്രീ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി തല കുനിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം നിയമസഭയടക്കം എല്ലായിടങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് കണ്ട് കോരിത്തരിച്ചിട്ടുള്ള സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ്. താങ്കളെയാണ് പുതുതായി ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്താണ് ഇവളുടെ ലക്ഷ്യം? ഒറ്റുകൊടുത്തോ, പണം വാങ്ങി ഒറ്റുകൊടുത്തോ, അല്ലെങ്കിൽ മറ്റു കാര്യമാണോ എന്നൊക്കെ ചോദിച്ചാണ് കമന്റുകൾ വന്നു തുടങ്ങിയത്. ഈ വെട്ടിക്കിളി കൂട്ടത്തിന്റെ ആക്രമണത്തെ എങ്ങനെ നേരിടും? എനിക്ക് ഈ വെട്ടിക്കിളി കൂട്ടത്തോട് പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു മഹത്തായ ഒരു കുറേ പ്രയത്നങ്ങളുണ്ട്. അതിനെ കളങ്കപ്പെടുത്തിയത് ഈ പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളല്ല, നിങ്ങളൊക്കെ ഇപ്പോഴും ആരാധിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കൊടുക്കാത്ത പദവികളില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ചാനലുകളിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനുള്ള വലിയ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ യുവ MLA ആക്കിയിട്ട് ഇവിടെ ആഘോഷമാക്കിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അപമാനിച്ചത്. എന്നിട്ടും പാർട്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം വീണ്ടും ഇവിടെ എന്താ പറയുക, സിനിമാ നടികളെയൊക്കെ കൊണ്ടുവന്ന് ഇരകൾക്ക് മുന്നിൽ ചുവന്ന കളർ ഡ്രസ്സൊക്കെ പരസ്പരം രണ്ടുപേരും ധരിച്ച് ആളുകൾക്ക് മുന്നിൽ, അതായത് ഞാൻ ഈ സ്ത്രീയെ തൊട്ടു കെട്ടിപ്പിടിച്ചു, അതുകൊണ്ട് അവരൊന്നും പീഡനമേറ്റില്ലല്ലോ, ഞാൻ വലിയ മാന്യനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ കാണിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, വേട്ടക്കാരായ ആളുകളുടെ സ്ഥിരം പരിപാടിയാണിത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചോടി രക്ഷപ്പെടാൻ പോലും സഹായിച്ചത് ഏതോ ഒരു സിനിമാ താരത്തിൻ്റെ വണ്ടിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആ സ്ത്രീയോടൊക്കെ പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സ്ത്രീയെ ഏറ്റവും മോശം അവസ്ഥയിലാക്കിയ ഒരു മനുഷ്യനെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ ചെയ്ത അതേ ക്രൂരതയ്ക്ക് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ഒരു സെക്ഷൽ പ്രിഡേറ്റർ എന്നാണ് ഇന്നലെ ആ പെൺകുട്ടി അയച്ച മെയിലിൽ പറയുന്നത്. അപ്പം അമ്മയുടെ പ്രായമുള്ള ആളുകളോട് പോലും ഇത്തരത്തിൽ പെരുമാറ്റം ഉണ്ടായെന്ന് അങ്ങനെയൊക്കെയല്ല താങ്കൾക്ക് പറയാവുന്നത്? ഞാനും അങ്ങനെ തന്നെയാണ് അറിയാവുന്നത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളോട് കമന്റ് അടിക്കാനോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനോ അവരെ ഒന്ന് മിസ്യൂസ് ചെയ്യാനോ മുന്നോട്ട് വരാൻ പറ്റുന്ന ധൈര്യം എന്ന് പറയുന്നത് ഒരു യുവ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച് അത് അസാമാന്യ ധൈര്യമായിരിക്കും. ആ ധൈര്യം അങ്ങേ അറ്റമുള്ള ആളാണ് എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടൻ തെളിയിച്ചില്ലേ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരായ എത്ര സ്ത്രീകളെ അദ്ദേഹം ചൂഷണം ചെയ്തു ഇല്ലേ? അപ്പോൾ അത് എന്താ പറയുക, അതിനുള്ള ധൈര്യം പോലും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത്രയും ക്രിമിനൽ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വോയിസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിന്നെയൊക്കെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് പറയുന്നുണ്ട്. അത് പറയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധികാരമാണ്. ആ അധികാരം കൊടുക്കാൻ കൂട്ടുനിന്ന നേതാക്കന്മാരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ. നിലമ്പൂരും ഉണ്ടായിരുന്ന താങ്കൾ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് അവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അന്ന് ആ നിലമ്പൂർ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇല്ലേ? അന്ന് അദ്ദേഹം വളരെ സജീവമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വെച്ചിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ നിലമ്പൂരുണ്ട് എന്നും ഞാൻ അവിടെ ആക്റ്റീവായിട്ടുണ്ട് എന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നിലമ്പൂരുണ്ടോ താങ്കൾ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമൊന്നും നൽകിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടപ്പോൾ നിലമ്പൂരിലെ ഇലക്ഷനോടനുബന്ധിച്ചാണ് ആ അതിജീവിതയ്ക്ക് മരുന്ന് കൊടുക്കുന്നതും അവരെ എന്താ പറയുക പീഡിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നതും ഗർഭമലസിപ്പിക്കാൻ. അപ്പോൾ ആ മാനസികാവസ്ഥയിൽ പോലും അദ്ദേഹം അടുത്ത ആളെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ മാത്രമായിരിക്കില്ല, അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളോട് അദ്ദേഹം അത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നമുക്കറിയാം ഇത് എന്തിനാണെന്ന്. മെസ്സേജ് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഉള്ളിൽ അടുക്കളയിൽ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്കൊരാൾ മെസ്സേജ് അയച്ചാൽ ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ എനിക്കറിയാം, എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾക്കറിയാം. അതറിയാത്ത പെൺകുട്ടികളെ എത്ര ആൾക്കാരെ അയാൾ അവിടെ വെച്ച് ചൂഷണം ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ആലോചിക്കുന്ന ഇത്രയുമൊക്കെ മാനസികമായി സംഘർഷം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും അടുത്ത ആളോട് നമുക്ക് കാണണ്ടേ എന്ന് ചോദിക്കുന്ന അത്രയും ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടൻ. ഈ രാഷ്ട്രീയത്തിലെ സ്ഥാനങ്ങൾക്കപ്പുറം നിലപാടുകൾ ഉറക്കെ പറയേണ്ടതുണ്ട് എന്നതിനാണ് ഷഹനാസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പറയേണ്ട സാഹചര്യം. കാരണം 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈകൃതങ്ങൾ തുറന്നു പറഞ്ഞ്
പുറത്തേക്ക് എത്തിയത്. രാഹുൽ മാത്രമല്ല, രാഹുലിനെ സംരക്ഷിക്കുന്ന നേതാക്കളും ഈ കുറ്റകൃത്യത്തിൽ സമാനമായ രീതിയിൽ തന്നെ പങ്കാളികളായിരിക്കുന്നു. കൃത്യമായ ഒരു പുനർചിന്തനം ഇക്കാര്യങ്ങളിൽ വേണമെന്നും അവർ പറയുന്നു.